കലോത്സവത്തിന്റെ തത്സമയ വിവരങ്ങളുമായി ലിജോ ചേരുന്നു. ലിജോ, ഇന്നത്തെ മത്സരങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇന്ന് വേദിയിലുള്ളത്? ഏതൊക്കെ ഐറ്റത്തിനാണ് പ്രേക്ഷകർ, കാണികൾ കൂടുതലുള്ളത്? നിഷാദെ, മൂന്നാം ദിവസത്തെ കലോത്സവം പുരോഗമിക്കുകയാണ്. നിരവധി ജനകീയ ഐറ്റങ്ങളാണ് ഇന്ന് വേദിയിലെത്തുന്നത്. മിമിക്രി ഉണ്ട്, മോണോ ആക്ട് ഉണ്ട്, മൈമുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ചവിട്ടുനാടക വേദിയുടെ പുറത്താണ്. വലിയ രീതിയിലുള്ള കാണികളുടെ അവിടെ ഇരിപ്പിടങ്ങളൊക്കെ നിറഞ്ഞു കവിയുന്ന രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തമാണ് ചവിട്ടുനാടകം നടക്കുന്ന സോപാനം വേദിക്ക് നിന്നും കാണാനായിട്ട് കഴിയുന്നത്. കാരണം ആളുകളെല്ലാം ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തവും ഓരോ വേദികളിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യം. ആളുകൾ അവർക്ക് താല്പര്യമുള്ള ഐറ്റങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് എത്തുന്നു, അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സവിശേഷത. മറ്റൊരു കാര്യം, ഈ പോയിന്റ് പട്ടിക നോക്കുന്ന സമയത്ത് സ്വർണ്ണക്കപ്പിന് വേണ്ടി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഓരോ സമയത്തും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള പോരാട്ടം. ആദ്യം മുതൽ തന്നെ ലീഡ് നിലനിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. നിലവിൽ 449 പോയിന്റോട് കൂടെ കണ്ണൂർ ജില്ല തന്നെ ഒന്നാം സ്ഥാനത്ത് തുടർന്നു. രണ്ടാം സ്ഥാനത്ത് പാലക്കാടും കോഴിക്കോടുമാണ്. 440 പോയിന്റ് വീതമാണ് ഇവർക്കുള്ളത്. ഇനിയും പകുതിയോളം ഐറ്റങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളപ്പോഴുള്ള ആ സമയത്തേക്കുള്ള ഒരു ടാലിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ കൊല്ലം ജില്ല കഴിഞ്ഞ തവണ 7ാമതും 8ാമതും ഒക്കെ ആയിരുന്ന കൊല്ലം ജില്ല ഇത്തവണ 4ാം സ്ഥാനത്ത് അങ്ങനെ തുടരുകയാണ്. 435 പോയിന്റാണ് കൊല്ലം ജില്ലയ്ക്കുള്ളത്. ഇനി വരും സമയങ്ങളിൽ ഓരോ ഇനങ്ങളിലും വാശിയേറിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോന്നിൻ്റെയും റിസൾട്ട് ഈ ഒരു പോയിന്റ് പട്ടികയിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഏറ്റവും പ്രത്യേകതയായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കൃത്യസമയത്ത് മത്സരങ്ങൾ തുടങ്ങുക എന്നുള്ളൊരു കർശന നിർദ്ദേശം നൽകിയിരുന്നു. 9:30 9:30 മത്സരം തുടങ്ങുക. റിപ്പോർട്ടിംഗ് ടൈമിൽ റിപ്പോർട്ട് ചെയ്യാത്തവരെ മത്സരിപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാന വേദിയിൽ ഉൾപ്പെടെ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടെത്തിയായിരുന്നു അക്കാര്യങ്ങളൊക്കെ വിലയിരുത്തിയത്. ആ രീതിയിൽ തന്നെ മത്സരങ്ങളെല്ലാം പരമാവധി കാര്യം കഴിഞ്ഞ ദിവസം നാടകം ഉൾപ്പെടെയുള്ളവ വളരെ വൈകിയാണ് അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ട് മത്സരങ്ങൾ അവസാനിക്കുന്നത് ഉറപ്പുവരുത്തുന്നതിനായി ഓരോ വേദികളുടെ കോർഡിനേറ്റർമാർക്കും നിർദ്ദേശം നൽകി മത്സരം പുരോഗമിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം, വാശിയേറിയ പോരാട്ടമാണ് കൊല്ലത്തെ കലോത്സവ വേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി ലിജോ, വിവരങ്ങൾ നൽകിയത്.